നമ്മള് ഈയിടെ ഒരു പുതിയ ഇൻഫെക്ഷൻ അല്ലെ ഒരു പുതിയ അണുബാധ കേരളത്തിനെ പിടിച്ചുലയ്ക്കുന്നതായിട്ട് കണ്ടു. അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം. നമുക്കറിയാം ഏകദേശം 69 കേസുകൾ ഉണ്ടായിരുന്നു. അതിലെ ഏകദേശം 19 കേസസ് മരണമടഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഇൻഫെക്ഷൻ എവിടുന്ന് വന്നു, ഇത് പുതിയതാണോ, പുതിയതായിട്ട് വന്ന ഒരു അണുവാണോ? പക്ഷെ അല്ല, ഈ അണു എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഭൂമിയില് അല്ലെങ്കിൽ വെള്ളത്തിൽ എന്ന് പറയുമ്പം കുളങ്ങളില്, ആറ്റില് ഒക്കെ തന്നെ ഉള്ള ഒരു അണുവാണ്. നമ്മൾ ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള രോഗ പരിശോധനകൾ നമ്മുടെ കൂടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 95 മുതൽ 98% വരെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണനിരക്കുള്ള ഒരു അണുബാധയാണിത്. അപ്പം നമുക്കറിയാം ഈ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് ഒരു സാധാരണയായിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്ന പനി വരും, കടുത്ത തലവേദന, അതിനോടൊപ്പം ഛർദി വരാം, പിന്നെ കുട്ടിയുടെ ബോധം പതുക്കെ പതുക്കെ മറയാം, കോമായിലേക്ക് കുട്ടി പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. കുട്ടി എന്ന് പറഞ്ഞ കൂടുതലും കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. കാരണം പിന്നെ മൂക്കിനകത്തോട്ട് വെള്ളം കയറിയിട്ടാണ് സാധാരണ വരിക. അത് നീന്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കാലിലുള്ള മുറിവുകളിലൂടെ വെള്ളത്തിന്റെ സ്പർശമേറ്റ അതിലൂടെ കൂടെ കയറാം. കുടിക്കുന്ന വെള്ളത്തിലൂടെ ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുകയില്ല. അപ്പം ഇത്തരം വരുന്ന പേഷ്യൻസിന് മറ്റേത് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കാം, ഒരേപോലെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഒരു കുഞ്ഞു മരിച്ചു. അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതിനെ തുടർന്ന് ചികിത്സിച്ച ആശുപത്രിയിലുള്ള ഡോക്ടറെ, ആ കുട്ടിയെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ പോലുമല്ല, ആ ഡോക്ടറെ തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ചികിത്സ വൈകിക്കുന്നതല്ല, ചികിത്സ കിട്ടാൻ, അതായത് എല്ലാ മസ്തിഷ്ക ജ്വരങ്ങളും ഒരുപോലെ ഇരിക്കും. അപ്പം ഈ മസ്തിഷ്ക ജ്വരം എന്നുള്ള ഒരു പരിശോധിച്ച ഒരു ഡയഗ്നോസിസിലേക്ക് എത്താൻ നമുക്കൊരു ഇത്തിരി കാലതാമസം വേണ്ടി വരും. വളരെ സർവ്വസാധാരണമായിട്ടുള്ള മസ്തിഷ്ക ജ്വരങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. അതിന്റെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചില MRI പിക്ചറിലെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ നട്ടെല്ലിൽ നിന്ന് കുത്തിയെടുക്കുന്ന ഫ്ലൂയിഡിൽ നിന്നുണ്ടാകുന്ന ചില പ്രത്യേകതകൾ, ആ പ്രത്യേകതകളൊക്കെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഈ ജ്വരത്തിനെ കുറിച്ച് ആലോചിക്കുക. പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതായത് 1 മുതൽ 7 ദിവസത്തിനകം ഇത് പ്രത്യക്ഷപ്പെടാം. ചിലരിൽ വളരെ വേഗമായിട്ട് ഇത് തീവ്ര സ്വഭാവത്തിലേക്ക് കടക്കാം. ചിലരിൽ നമുക്ക് ചികിത്സിക്കാനുള്ള അല്പം സമയം കിട്ടിയെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ഇത് 95 മുതൽ 98% വരെ മരണനിരക്കുള്ള ഇൻഫെക്ഷൻ ആയതുകൊണ്ടും മറ്റ് എല്ലാ മസ്തിഷ്ക ജ്വരങ്ങളെ പോലെ തന്നെയുള്ള ലക്ഷണങ്ങൾ ആയതുകൊണ്ടും ഒരു പക്ഷേ നമുക്ക് ആ വരുന്ന വ്യക്തിയെ, വരുന്ന രോഗിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കഴിവതും മൂക്കിലും ലൂടെ വെള്ളം പോകാതിരിക്കുക. മുറിവുള്ള കൈകാലുകൾ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കഴിവതും നമ്മൾ വ്യാപരിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ സ്വിമ്മിംഗ് പൂൾസിന്റെ വൃത്തിയാക്കൽ, ശുചീകരണം വളരെ കൃത്യമായിട്ട് ചെയ്യണം. ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ ഫുള്ളി ക്ലോറിനേറ്റഡ് ആയിരിക്കണം. കൃത്യമായ എത്ര അളവിലാണോ ക്ലോറിൻ ചെല്ലേണ്ടത് ആ അളവിൽ ക്ലോറിൻ ചെന്നില്ല എങ്കിൽ ചിലപ്പോൾ ഈ അണുക്കൾ അവിടെ തന്നെ നിൽക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട മറ്റു ചില ഇൻഫെക്ഷൻസും ഉണ്ട്. അത് അക്കാൻഥമീബ എന്നൊക്കെ പറയും. അത് ചിലപ്പോൾ നമ്മൾ കണ്ണിലെ ഇൻഫെക്ഷൻ ആയിട്ട്, കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവരിലെ ഇൻഫെക്ഷൻ ആയിട്ട് അത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതെങ്ങനെയാണോ മൂക്കിന്റെ ഉള്ളിൽ ചെന്നിട്ട് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പോകുന്ന ഞരമ്പ് വഴി മസ്തിഷ്കത്തിലേക്ക് വ്യാപിക്കുന്ന, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വ്യാപിക്കുന്ന ചില ഇൻഫെക്ഷൻസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന അണുക്കളാണ്. അവയെ തിരിച്ചറിയാനും പരിശോധനയിലൂടെ കണ്ടുപിടിക്കാനുമുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു എന്നുള്ളത് ഒരു കാര്യം. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോ കോവിഡ് കാലം മുതൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ ജന്തുക്കളിൽ നിന്ന് അല്ലെ ആനിമൽസിൽ നിന്ന് പടരുന്ന രോഗങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. കോവിഡ്, നിപ്പ,
ഇപ്പതായി നിഗ്ലേറിയ, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ. അപ്പം എപ്പോഴും ഒരു മനുഷ്യൻ, മറ്റ് ജീവികൾ, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി, ഇതിനെല്ലാം കൂട്ടി വായിച്ച് ഒരു വൺ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ട്. കാരണം ആനിമൽസിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടതും ഒരു മനുഷ്യന്റെ ആവശ്യമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വിഷബാധ എടുക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആനിമൽസിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന ഒരു രോഗമാണ്. അപ്പം ഇത്തരം രോഗങ്ങൾ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മളുടെ മൊത്തത്തിലുള്ള പരിസ്ഥിതിയെ സൂക്ഷിക്കുക. പിന്നെ ആനിമൽ കിങ്ഡം അല്ലെങ്കിൽ ഈ ജന്തുക്കളിൽ, ആനിമൽസിൽ ഉണ്ടാകുന്ന രോഗങ്ങളും കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ മനുഷ്യനും ഇതിൽ നിന്നുള്ള സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കൂ.